അഡ്വക്കേറ്റ് പി ജി സുരേഷ്, നമുക്ക് ശരിക്കും ആ അച്ഛൻ്റെ കാര്യം തന്നെ വല്ലാത്ത വേദനയാണ്. കാരണം ആകെപ്പാടെ ആറ്റുനോറ്റ് വളർത്തിയ ഒരു കുട്ടി, അത് കുട്ടി ഏതോ ഒരു കുറിയൻ ഒരു സാങ്കല്പിക കഥാപാത്രത്തിൻ്റെ പേരിൽ മരിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്താ സംഭവിക്കുന്നത്? കാര്യം എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ജോലിക്ക് പോകുന്നു, അമ്മ മാത്രം അവിടെ ഉണ്ട്, അദ്ദേഹത്തിന് ഇതൊന്നും ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല ആ വീട്ടിൽ. നമ്മുടെ സമകാലീന ഇതിൽ കേൾക്കാൻ ആളില്ല എന്നുള്ളൊരു വലിയൊരു ഇഷ്യൂ ഉണ്ട്. ആത്മാർത്ഥമായി സംസാരിക്കാനും ആത്മാർത്ഥമായി ഒന്നിരുന്ന് കേൾക്കാനും ഒരു കുടുംബത്തിൽ ഒരാളില്ല. എല്ലാവർക്കും പണം എന്ന് പറയുന്നത്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ പണം എന്ന് പറയുന്നതിൻ്റെ പിന്നാലെയാണ് എല്ലാവരും. പണം നമ്മൾ നേടാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. പണം നേടി വരുമ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെടും. അപ്പോൾ കുടുംബത്തിൽ വീട്ടിലെ മക്കളുടെ കാര്യത്തിലായാലും പ്രായമായവരുടെ കാര്യത്തിലായാലും നമ്മളുടെ ശ്രദ്ധ കുറയുന്നതോടുകൂടി അവരെ കേൾക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളത് ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് കുട്ടികളുടെ കാര്യത്തിലാണ്. കുട്ടികൾക്ക് അവരെ മനസ്സിലാക്കാനും അവരോട് സംവദിക്കാനുമുള്ള യഥാർത്ഥ സമയം മാതാപിതാക്കൾക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റൊരാളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കാനുള്ള ഒരു സംവിധാനം ഈ നമ്മുടെ കാലഘട്ടത്തിൽ ഇല്ലാതെ പോയി. മറ്റു പ്രധാന കാര്യം ഇലക്ട്രോണിക് എക്യുപ്മെൻസിൻ്റെ ഉപയോഗമാണ്. നമ്മൾ പറയും ശരിയാണ്, ലോകവുമായിട്ട് നമുക്ക് സംവദിക്കാനും ലോകത്തെ അറിയാനും നമുക്ക് പറ്റും. പക്ഷേ വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതെ പോയി. വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതെ പോയി. തൊട്ടടുത്തുള്ള ആ വ്യക്തിയെ നമുക്കറിയില്ല, നമ്മുടെ സ്വന്തം ബന്ധുക്കളെ നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഇതാണ് കൊറിയയിലെ കാര്യങ്ങളും അറിയാം. കൊറിയൻ സമ്പ്രദായത്തിൽ മാഡം പറഞ്ഞ പോലെ ഈ സുഖം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ വഴുതി വീണ് കഴിഞ്ഞു. സുഖിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. അതുകൊണ്ട് സെക്സ്, നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ ഇഷ്യൂ, ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിലേക്ക് മനസ്സ് പോകുന്നതിൻ്റെ പ്രധാന കാരണം സുഖം എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. സുഖത്തിൻ്റെ പ്രധാന കണ്ണി പണമാണെന്ന ബോധം കുട്ടികളുടെ തലയിലേക്ക് നമ്മൾ പാലിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ, വലിയ ജോലി കിട്ടിയാൽ, സമ്പാദ്യം ഉണ്ടാക്കിയാൽ നിനക്ക് സുഖിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അതിലൊരു പ്രധാന കാര്യമാണ്, പണമല്ല സുഖത്തിൻ്റെ പ്രാധാന്യമായിട്ടുള്ള ഘടകം. പണത്തിന് അവിടെ അത് വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ നഷ്ടപ്പെടുക.